A system has two charges QA equal to 2.5 into 10 raised to minus 7 coulomb and QB equal to minus 2.5 into 10 raised to minus 7 coulomb located at points A 0, 0 minus 15 centimeter and B 0, 0 plus 15 centimeter respectively. What are the total charge and electric dipole moment of the system? ഇത് NCERT ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് രണ്ട് ചാർജസ് തന്നിട്ടുണ്ട്, ക്യു എയും ക്യു ബിയും. അത് എക്സ് വൈ ഇസഡ് ആക്സിസിലാണ് തന്നിരിക്കുന്നത്. അതായത് എയും ബിയും 0, 0 മൈനസ് 15 സെൻറ്റിമീറ്റർ, 0, 0 പ്ലസ് 15 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ എക്സ് ആക്സിസ് ആണ് 0, വൈ ആക്സിസ് 0, ഇസഡ് ആക്സിസിലാണ് ഉള്ളത്. മൈനസ് 15 സെൻറ്റിമീറ്റർ മൈനസ് ഇസഡ് ആക്സിസും പ്ലസ് 15 സെൻറ്റിമീറ്റർ പ്ലസ് ഇസഡ് ആക്സിസും ആയിരിക്കും. അപ്പോൾ ടോട്ടൽ ചാർജും കണ്ടുപിടിക്കണം, ടോട്ടൽ ഡൈപോൾ മൊമെൻറ്റും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് കണ്ട് എക്സ് വൈ ഇസഡ് ആക്സിൽ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. എക്സ് ആക്സിലും വൈ ആക്സിലും 0 ആണ്. ഇസഡ് ആക്സിസിൽ ഇതാണ്ട് മൈനസ് 15 സെൻറ്റിമീറ്ററിലാണ് എ എന്ന് പറയുന്ന ചാർജ്. അപ്പോൾ മൈനസ് 15 സെൻറ്റിമീറ്റർ നെഗറ്റീവ് ഇസഡ് ആക്സിസ് ആയതുകൊണ്ട് താഴോട്ട് വരയ്ക്കണം. എയുടെ ചാർജ് പ്ലസ് 2.5 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 7 കൂളാം. ബിയുടെ ചാർജ് എന്ന് പറയുന്നത് പ്ലസ് 15 സെൻറ്റിമീറ്ററിലാണ്, ക്വസ്റ്റിനകത്തുണ്ട്. ബിയുടെ ചാർജ് എന്ന് പറയുന്നത് മൈനസ് 2.5 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 7 കൂളാം. അപ്പം ഇവിടുത്തെ ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഞാനത് ഇവിടെ ചെയ്തിട്ടില്ല. പക്ഷേ ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഒന്ന് പോസിറ്റീവുമാണ്, അടുത്തത് നെഗറ്റീവുമാണ്. അപ്പോൾ നെറ്റ് ചാർജ് എന്ന് പറയുന്നത് ചാർജിൻ്റെ അഡിറ്റീവ് പ്രോപ്പർട്ടി അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പ്ലസ് 2.5 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 7ഉം ക്യൂ എന്ന് പറയുന്നത് 2.5 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 7 പ്ലസ് മൈനസ് 2.5 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 7 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. ടോട്ടൽ ചാർജ് 0 കിട്ടും. ഇനി ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ചാർജ് ഇൻറ്റു വൺ ഓഫ് ദ ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ചാർജസ് ആണ്. അപ്പോൾ ചാർജിൻ്റെ വാല്യൂ മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദ ചാർജ്, അപ്പോൾ 2.5 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 7 എടുത്തു. ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇങ്ങോട്ടും 15 സെൻറ്റിമീറ്റർ ഇങ്ങോട്ടും 15 സെൻറ്റിമീറ്റർ, അത് നെഗറ്റീവ് എടുക്കേണ്ട, ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസാണ് എടുക്കുന്നത്. സോ 15 സെൻറ്റിമീറ്റർ പ്ലസ് 15 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടുന്നത് 30 സെൻറ്റിമീറ്റർ ആണ്. സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ വേണ്ടി 30 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 2 മീറ്റർ ആണ്. അപ്പം നമുക്ക് ക്യൂവും 2Lൻ്റെയും വാല്യൂ ഉണ്ട്. ഈ തിയറി അനുസരിച്ച് രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 2L. അതുകൊണ്ടാണ് നമുക്ക് 30 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 2 2L എന്ന് കിട്ടുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 7.5 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 8 കൂളം മീറ്റർ. ഇനി ഡയറക്ഷൻ എഴുതണം. ഡയറക്ഷൻ എപ്പോഴും ഡൈപോൾ മൊമെൻ്റ് ഡയറക്ഷൻ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലോട്ടാണ്. നെഗറ്റീവ് പോസിറ്റീവ് ആക്സിസ് ആണ്, പോസിറ്റീവ് ഉള്ളത് നെഗറ്റീവ് ആക്സിസ്. അപ്പോൾ എപ്പോഴും എങ്ങോട്ടായിരിക്കും? ഈ നെഗറ്റീവ് ആക്സിസിലോട്ടായിരിക്കും ഡൈപോൾ മൊമെൻ്റ് ഡയറക്ഷൻ എലോങ് നെഗറ്റീവ് ഇസഡ് ആക്സിസ്.